ഗൈസ്, ഞാനിപ്പോൾ വലിയൊരു ഗ്ലാസ് ഇട്ടൊരു ഫ്ലാറ്റിന് മുന്നിലാണ്. എവിടെ വെച്ച് കഴിഞ്ഞാൽ കൊച്ചിയിൽ. അപ്പോൾ എനിക്ക് ഈ ഫ്ലാറ്റിനെ പറ്റി ജസ്റ്റ് ഒരു വീഡിയോ കാണണം അങ്ങനെ തോന്നി. എന്താ വെച്ചാൽ നല്ല ഭംഗിയുണ്ട് ഫ്ലാറ്റ് കേട്ടോ. അപ്പോൾ വീഡിയോ കാണണം തോന്നി. ജസ്റ്റ് വീഡിയോ കണ്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഇത് നമ്മുടെ ഫിലിം ആക്ടർ പൃഥ്വിരാജല്ലേ, ഉള്ള ഫ്ലാറ്റാണ്. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഈ ഫ്ലാറ്റ് തന്നെ ആവും ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ മുന്നേ പൃഥ്വിരാജിൻ്റെ ഫ്ലാറ്റാണെന്ന് പറഞ്ഞു എവിടെയോ എവിടെയോ ചെറിയൊരു വീഡിയോ കണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എത്തുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാൻ വന്നപ്പോൾ ഇതിൻ്റെ പുറകിലായിട്ടൊരു ബോട്ടുണ്ട്. പിന്നെ ഈ ഫ്ലാറ്റ് ഫുള്ളായിട്ടൊരു വീഡിയോ കാണിച്ചു തരാം. പിന്നെ പൃഥ്വിരാജിൻ്റെ വണ്ടി വീഡിയോ എടുക്കാൻ പറ്റും. ആ വണ്ടി കാറില്ലേ, മറ്റേ സ്പോർട്സ് മറ്റേ പ്രീമിയം വെഹിക്കിളുള്ള കാർ. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റുമോ നോക്കാം. ഇവിടെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, എന്നാലും ട്രൈ ചെയ്യാം കേട്ടോ. കുറച്ച് നേരം ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ആ ഫ്ലാറ്റിൻ്റെയും ബോട്ടിൻ്റെയും പിന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് കടലോ എന്തോന്ന്. അപ്പോൾ ജസ്റ്റ് നേരെ വീഡിയോക്ക് പോയല്ലോ. ഈയുടെ ചാവി നോക്കിക്കുക, എന്ത് ഭംഗിയല്ലോ നോക്കിയേ. പക്ഷെ ബ്രാൻഡ് നെയിമിങ് ഒന്നും ഇല്ല ഇതിന്. കിയുടെ ചാവി കേട്ടോ. വണ്ടി ഞാൻ കാണിച്ചു തരാം. നല്ല അടിപൊളി വണ്ടി, ഡ്രൈവ് ചെയ്യാൻ സുഖം, വേറെ ലെവൽ കേട്ടോ. നല്ല ഡ്രൈവിങ് കംഫർട്ട് ഉണ്ട് വണ്ടിക്ക്. ഓക്കെ, ഈ ഫ്ലാറ്റിൻ്റെ ശരിക്കും ഭംഗിയത് ഈ ഗ്ലാസ്സിലാട്ടോ, ഒന്നും പറയില്ല. ഇത് ഈ ഫ്ലാറ്റിൻ്റെ സൈഡിൽ കൂടെ നടന്നു കഴിഞ്ഞാൽ അതാ അവിടെ കണ്ട ഒരു വെള്ള ബോട്ട്. ഞാൻ ഈ ടി വിയിലും സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് എന്നല്ലാണ്ട് ലൈവായിട്ടൊക്കെ ഇങ്ങനെ ആകണത്. തൊട്ടടുത്ത് സ്പീഡ് ബോട്ടുണ്ട് തോന്നുന്നു കേട്ടോ. കണ്ടോ, നല്ല തണൽ മരം. ഫ്ലാറ്റിൻ്റെ ബാക്ക് സൈഡാണേ. കണ്ടോ, നല്ല ഭംഗി. എനിക്ക് എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല, എന്തായാലും കാണിച്ചു തരാം. വെള്ളം വെറുതെ പാഴായി പോകുന്നുണ്ട്, ആരും പൂട്ടായിട്ട് വന്നു. ഫ്ലാറ്റിൻ്റെ മൊബൈൽ തീരെ സ്പേസ് ഇല്ല. ഫുള്ള് വീഡിയോ എടുത്തിട്ട് എഡിറ്റ് ചെയ്യാൻ മടിയായിട്ട് അങ്ങനെ വെച്ചിക്കുക. അപ്പോൾ അങ്ങനെ ഫുള്ളായി നിൽക്കുക സ്പേസ്. നോക്കി എന്താ ഇതിവിടെ എന്താ ബോട്ട്, തൊട്ടപ്പുറത്ത് സ്പീഡ് ബോട്ട്. പിന്നെ ഇതെന്താ, ഇറങ്ങിയാലോ സീൻ ഉണ്ടാവില്ലല്ലേ, ഇറങ്ങി നോക്കാം. മരത്തിൻ്റെ ഭംഗി നോക്കി. എനിക്കിതിൻ്റെ മുകളിലേക്ക് ഇറങ്ങാൻ ഭയങ്കര പേടിയുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ ചവിട്ടുമ്പോൾ അത് താന്നു പോണത് നോക്കി. വെള്ളത്തിലാണേ പേടി പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറയുക വെച്ചിട്ടുണ്ടോ. തൊട്ടടുത്ത് പോയി എടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ എന്നാലും മനസ്സുകൊണ്ട് സമ്മതിക്കണില്ല, പോണ്ടെന്നുള്ള ചിന്ത. എന്നാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്ത് കാണിച്ചു തരാം കേട്ടാ. ഞാൻ ഇറങ്ങാൻ പോവാ, സീനാവില്ലല്ലോ എൻ്റെ പൊന്നെ. വെള്ളത്തിൽ വീഴില്ലല്ലോ. എന്തെങ്കിലും പറഞ്ഞാലല്ലേ സീനില്ല. ഞാൻ ആദ്യം ഇത്രക്ക് തൊട്ടടുത്ത് ആദ്യമായിട്ടാണ് പോകുന്നത്. ഈ സാധനം എന്താ, കുറേ എലീനെ പിടിച്ചിട്ടുണ്ടല്ലോ. ഇതിൻ്റെ ഉള്ളിൽ നിന്നാണോ? ഞാരെല്ലാം വന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങോട്ട് വായിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് പോവാം. ഈ സാധനമൊക്കെ നമ്മുടെ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് എന്നല്ലാണ്ട് ലൈവായിട്ട് ആദ്യമായിട്ടൊക്കെ കാണണം കേട്ടോ. ഇതൊക്കെ കണ്ടോ എൻ്റെ പൊന്നും. അന്ന് ഞാൻ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ ബോട്ടിൻ്റെ അടുത്ത് കൂടെ ഒരു വീഡിയോ എടുത്തപ്പോൾ പെട്ടെന്ന് അവിടുത്തെ മറ്റേ ഇവിടെ ഇരിക്കില്ല, റിസപ്ഷനിലിരിക്കുന്ന ഒരു ചേട്ടനുണ്ട്. റിസപ്ഷൻ മീൻസ് എന്നാൽ ഫ്ലാറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി കൊടുത്തിട്ട് ചേട്ടനുണ്ട്. ആ ചേട്ടൻ വന്നിട്ട് പറഞ്ഞു അവിടെ അനുവാദം ഇല്ലാണ്ട് നിൽക്കാൻ പാടില്ല. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഞാൻ സംഭവം എനിക്കറിയാം, ഞാൻ ഇറങ്ങുമ്പോൾ എനിക്കറിയായിരുന്നു. ചെറിയൊരു ഇങ്ങനെ ആരെങ്കിലും വരും ഒന്ന് പറയും, ചേട്ടൻ കാര്യമായിട്ട് മര്യാദക്ക് കാര്യം സംസാരിച്ചു. കാരണം വെച്ച് കഴിഞ്ഞാൽ അനുവാദം ഇല്ലാണ്ട് അങ്ങോട്ട് പോകാൻ പാടില്ല. അപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി ചേട്ടനെയും ചെറുതായിട്ട് ചീത്തല്ല കേട്ടോ കാര്യം പറഞ്ഞു, അനുവാദം ഇല്ലാതെ ആരും വിടരുതിട്ടാന്ന് പറഞ്ഞു.
എന്താ വെച്ചാൽ നമ്മൾ ചെയ്യുന്നത് ഞാനത് ചെയ്യുമ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു. കാരണം വെച്ചാൽ ഞാൻ നിങ്ങളോട് പറയുമ്പോഴേ നിങ്ങൾക്ക് തോന്നിയില്ലേ. അപ്പോൾ ആ ചേട്ടൻ വന്നിട്ട് എന്നോട് പറഞ്ഞ് അനുവാദം ചേട്ടൻ അവിടെ നിൽക്കാൻ പഠിച്ചുകൊണ്ട് പോയോ പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ കുറച്ചിട്ട് തണൽ മരത്തിൻ്റെ അടുത്തിരുന്ന്. അപ്പോൾ എന്നോട് അപ്പോൾ ചേട്ടൻ വിചാരിച്ച് ഇനി വീണ്ടും ഞാൻ അങ്ങോട്ട് പോകുമെന്നുള്ള രീതിയിൽ ചേട്ടൻ പറഞ്ഞു ഫ്രണ്ടിൽ അവിടെ ഫ്രണ്ടിൽ മറ്റേ ഇതൊക്കെ സോഫയൊക്കെ ഉണ്ട്, അപ്പോൾ അവിടെ പോയിരുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇവിടെ കാറ്റുണ്ടല്ലോ കുറച്ചേരം ഇരിക്കട്ടെ പറഞ്ഞു. ഇരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ചെറുതായിട്ട് കുഴപ്പമൊക്കെ ഉണ്ട്, എന്നാലും ഒരു 5 മിനിറ്റ് ഞാൻ ഇരുന്നിട്ട് ഞാൻ പെട്ടെന്ന് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്ന് പോയി. ഏതായാലും നിങ്ങൾക്ക് ആ ഫ്ലാറ്റ് വീഡിയോ ചെറുതായിട്ടൊന്ന് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു അല്ലേ? കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടോ അതായിരിക്കും ഫ്ലാറ്റ് എന്ന് ആ വീഡിയോ ഒക്കെ കണ്ടപ്പോഴേക്ക് മനസ്സിലായത്. അപ്പോൾ ഏതായാലും ഈ വീഡിയോ അവിടെ വെച്ച് നിർത്തുക കേട്ടോ. അപ്പോൾ അടുത്ത ഇതേപോലത്തെ ചെറിയ ചെറിയ ഉണ്ടെങ്കിൽ കാണാം.